സക്സസ് ഫയലിലേക്ക് സ്വാഗതം. LDC എക്സാം സ്പെഷ്യൽ 100 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അന്തരീക്ഷമർദ്ദത്തിന്റെ യൂണിറ്റ്. അന്തരീക്ഷമർദ്ദത്തിന്റെ യൂണിറ്റ് ബാർ ആണ്. അന്തരീക്ഷമർദ്ദത്തിന്റെ യൂണിറ്റ് ബാർ. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത എന്നാണ്. ഭാരത് വിധാത. ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം. ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം 1705 1705. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണത്തിനെതിരെ പ്രയോഗിക്കപ്പെടുന്ന ബലം. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണത്തിനെതിരെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് അടിച്ചു വന്നത്? രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് അടിച്ചു വന്നത്? തത്വബോധിനി വാരികയിലാണ്. തത്വബോധിനി വാരിക. സാന്താൾ കലാപം നടന്ന വർഷം. സാന്താൾ കലാപം 1855. സാന്താൾ കലാപം നടന്ന വർഷം 1855. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്. ശബ്ദത്തിന് ഏറ്റവും വേഗത ഉള്ള മാധ്യമം. ശബ്ദത്തിന് ഏറ്റവും വേഗതയുള്ളത് ഖരവസ്തുക്കളിലാണ്. ഖരം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒരു ട്രോയ് ഔൺസ് എന്നത് എത്ര ഗ്രാം സ്വർണമാണ്? ഒരു ട്രോയ് ഔൺസ് 31.1 ഗ്രാം. 31.1 ഗ്രാം സ്വർണമാണ് ഒരു ട്രോയ് ഔൺസ് എന്ന് പറയുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ എന്നീ മൂലകങ്ങൾ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ എന്നീ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഹാലോജനുകൾ എന്നാണ്. ഹാലോജനുകൾ ഏതൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. റിട്ടുകൾ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ് എന്ന് പ്രസ്താവിച്ചത് ആരാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ് എന്ന് പ്രസ്താവിച്ചത് വീരേശലിംഗമാണ്. വീരേശലിംഗം. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത്. ചിത്രത്തിന്റെ പേര് ഗ്രാമീണ ചെണ്ടക്കാരൻ. വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. ചിത്രത്തിന്റെ പേര് ഗ്രാമീണ ചെണ്ടക്കാരൻ. വരച്ചത് നന്ദലാൽ ബോസ്. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂനികുതി വ്യവസ്ഥ. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂനികുതി വ്യവസ്ഥ റയട്ട് വാരി വ്യവസ്ഥ. റയട്ട് വാരി വ്യവസ്ഥ എവിടെയാണ്? ദക്ഷിണേന്ത്യയിൽ ഭൂനികുതി വ്യവസ്ഥ റയട്ട് വാരി വ്യവസ്ഥ. താപനിലയുടെ SI യൂണിറ്റ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം. കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്തത് ഏത് വർഷമാണ്? 1957. 1957 കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്തത്. 1957. കേരള മാർക്സ് എന്നറിയപ്പെടുന്നത്. കേരള മാർക്സ് കെ ദാമോദരൻ. കെ ദാമോദരൻ. കേരള മാർക്സ് കെ ദാമോദരൻ. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന വർഷം. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് 1994. 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത്. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. ദ ബ്രോക്കൺ വിങ്സ് രചിച്ചത്. ദ ബ്രോക്കൺ വിങ്സ് സരോജിനി നായിഡുവാണ്. ദ ബ്രോക്കൺ വിങ്സ് രചിച്ചത് സരോജിനി നായിഡു. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്.
മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥ. മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ആൽബനിസം. ആൽബനിസം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നത് എന്താണ്? മെലാനിൻ്റെ കുറവാണ്. ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത്. ഗ്രെയിൻ ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോൾ ആണ് ഗ്രെയിൻ ആൽക്കഹോൾ എന്ന് അറിയപ്പെടുന്നത്. ഈഥൈൽ ആൽക്കഹോൾ. ഹരിതഗൃഹവാതക പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഹരിതഗൃഹവാതക പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഏത് ഗ്രഹത്തിലാണ്? ശുക്രനിലാണ്. ശുക്രൻ. സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത്. സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സത്ലജ് ആണ്. സത്ലജ് ഏത് നദിയുടെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ് സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചാൽ സത്ലജ് ആണ്. സമുദ്രജലം നീല നിറമുള്ളതായി തോന്നിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. സമുദ്രജലം നീല നിറമുള്ളതായിട്ട് തോന്നിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണമാണ്. വിസരണം. വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. ആംപിയർ. വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് ആംപിയർ. ലോക റേഡിയോ ദിനം. ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 13 ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ലോക റേഡിയോ ദിനം എന്നാണ് ഫെബ്രുവരി 13. കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന. കലിംഗ പുരസ്കാരം നൽകുന്നത് ഏത് സംഘടനയാണ്? യുനെസ്കോയാണ്. യുനെസ്കോ. കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ. 0 ഡിഗ്രി അക്ഷാംശരേഖ അറിയപ്പെടുന്നത്. 0 ഡിഗ്രി അക്ഷാംശരേഖ ഭൂമധ്യരേഖ. 0 ഡിഗ്രി രേഖാംശരേഖ എന്താണ് അറിയപ്പെടുന്നത്? ഗ്രീനിച്ച് രേഖയാണ്. 0 ഡിഗ്രി അക്ഷാംശരേഖ ഭൂമധ്യരേഖ, 0 ഡിഗ്രി രേഖാംശരേഖ ഗ്രീനിച്ച് രേഖ. അച്ചുതണ്ടിന് ഏറ്റവും കൂടുതൽ ചെരിവുള്ള ഗ്രഹം ഏതാണ്? അച്ചുതണ്ടിന് ഏറ്റവും കൂടുതൽ ചെരിവുള്ള ഗ്രഹം യുറാനസ് ആണ്. യുറാനസ്. ബ്രെറ്റൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഏതെല്ലാമാണ്? ബ്രെറ്റൻ വുഡ് ഇരട്ടകൾ. ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയുമാണ് ബ്രെറ്റൻ വുഡ് ഇരട്ടകൾ എന്ന് അറിയപ്പെടുന്നത്. ലോക ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി അറിയപ്പെടുന്നത് ബ്രെറ്റൻ വുഡ് ഇരട്ടകൾ. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം. ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. ഗ്രൂപ്പുകളുടെ എണ്ണം 18. ഉദ്യാനവിരുന്ന് രചിച്ചത് ആരാണ്? ഉദ്യാനവിരുന്ന് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ഉദ്യാനവിരുന്ന്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12 1936 നവംബർ മാസം 12 തീയതിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. SNDP യോഗത്തിന്റെ ആസ്ഥാനം. SNDP യോഗത്തിന്റെ ആസ്ഥാനം കൊല്ലമാണ്. കൊല്ലം. SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? വാവൂട്ട് യോഗം. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള പരുത്തി. ഗുംറ ഏത് സംസ്ഥാനക്കാരുടെ ഗോത്രവർഗക്കാരുടെ നൃത്തരൂപമാണ്? ഗുംറ എന്നത് ഏത് സംസ്ഥാനത്തെ ഗോത്രവർഗക്കാരുടെ നൃത്തരൂപമാണ്? ഒഡീഷയാണ്. ഒഡീഷയിലെ ഗോത്രവർഗക്കാരുടെ നൃത്തരൂപമാണ് ഗുംറ. ഹിന്ദു കോഡ് ബില്ലിന് രൂപം നൽകിയതിനാൽ ആധുനിക മനു എന്നറിയപ്പെട്ടത്. ആധുനിക മനു ആരാണ്? ഡോക്ടർ അംബേദ്കർ ആണ് ആധുനിക മനു എന്നറിയപ്പെട്ടത്. അങ്ങനെ അറിയപ്പെടാനുണ്ടായ കാരണം ഹിന്ദു കോഡ് ബില്ലിന് രൂപം നൽകിയതിനാൽ. 1921 മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് ഏതാണ്? മലബാർ കലാപം ആരംഭിച്ച താലൂക്ക് ഏതാണ്? ഏറനാട്. ഏറനാട് താലൂക്കിലെ ഏത് വില്ലേജിലാണ്? പൂക്കോട്ടൂർ വില്ലേജിലാണ്. പൂക്കോട്ടൂർ വില്ലേജ്. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാക്കുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര്. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം എന്താണ്? യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ എന്താണ്? ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് യൂട്രോഫിക്കേഷൻ. വൈദ്യുതോൽപാദനം ഏത് മേഖലയിൽപ്പെടുന്നു? വൈദ്യുതോൽപാദനം.
ദ്വിതീയ മേഖലയിൽ പെടുന്നു. വൈദ്യുതോൽപാദനം ഏത് മേഖലയിലാണ് പെടുന്നത്? ദ്വിതീയ മേഖല. ലോകബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ. തലച്ചോറിന്റെ സംരക്ഷണ കവചമാണ് മെനിഞ്ചസ്. വൃക്കയിലെ ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകം ഏതാണ്? നെഫ്രോണുകളാണ്. വൃക്കയിലെ ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകം നെഫ്രോണുകൾ. വിറക് കത്തുന്നത് ഏതുതരം പ്രവർത്തനമാണ്? രാസമാറ്റമാണ്. വിറക് കത്തുന്നത് രാസമാറ്റമാണ്. കുമാരനാശാന്റെ നളിനി ഏത് കാവ്യ വിഭാഗത്തിൽ പെടുന്നു? നളിനി എന്ന കൃതി ആരുടേതാണ്? കുമാരനാശാന്റേതാണ്. അത് ഏത് കാവ്യ വിഭാഗത്തിലാണ് പെടുന്നത്? ഖണ്ഡകാവ്യമാണ്. നളിനി ഖണ്ഡകാവ്യമാണ്. ആരുടെ കൃതിയാണ്? കുമാരനാശാന്റെ കൃതിയാണ്. ഉരുകിയ ലാവയിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് അറിയപ്പെടുന്നത്? ഉരുകിയ ലാവയിൽ നിന്നുമുള്ള ഊർജോൽപാദനമാണ് ജിയോ തെർമൽ എനർജി. ഉരുകിയ ലാവയിൽ നിന്നുമുള്ള ഊർജോൽപാദനം ജിയോ തെർമൽ എനർജി. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി? പെരിയാർ നദിയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഓർക്കിഡുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? അരുണാചൽ പ്രദേശ് ഓർക്കിഡുകളുടെ പറുദീസ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ഡോക്ടർ സാലിം അലി. പൂക്കളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ? പൂക്കളുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടത് ഫ്ലോറികൾച്ചർ ആണ്. പൂക്കളുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഏതാണ്? ഫ്ലോറികൾച്ചർ. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗമാണ് മാഹാളി ബാധിക്കുന്നത് കവുങ്ങിനെയാണ്. ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം അമേരിക്ക. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിവ? ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ്. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി ഏതാണ്? ഓടക്കുഴലാണ്. ആരുടേതാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ കാവ്യസമാഹാരമായ ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിനാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. വർഷം 1965. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം? പോളിയോ ആണ് പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം? ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ. ചീരയിലയിൽ അതിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം? ആന്തോസയാനിൻ ആണ്. ചീരയിലയിൽ അതിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്നത് ആന്തോസയാനിൻ. സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് സലീം അലിയുടെ പുസ്തകമാണ് ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ്. പാല് തൈരാകുമ്പോഴുണ്ടാകുന്ന പുളിരുചിക്ക് കാരണമായ ആസിഡ്? പുളിരുചിക്ക് കാരണമാകുന്നത് ലാക്റ്റിക് ആസിഡ്. അന്നജം അയഡിൻ ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം? കടുനീല നിറമാണ്. അയഡിൻ ലായനിയുമായിട്ട് എന്ത് പ്രവർത്തിക്കുമ്പോഴാണ് കടുനീലം നിറം ലഭിക്കുന്നത്? അന്നജമാണ്. അന്നജം ഏത് ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് കടുനീല നിറം ലഭിക്കുന്നത്? അയഡിനാണ്. ലോക ജലദിനം മാർച്ച് 22. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത്? ഭഗത് സിംഗ്.
ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയത് ഗുരുശിഖറാണ്. ഗുരുശിഖർ ഏത് നിരകളിലെയാണ്? ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് 1991. 1991. ആരുടെ ഭരണകാലമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത്? ആരുടെ ഭരണകാലമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത്? സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ്. സ്വാതി തിരുനാൾ. രാജ്യത്തിന്റെ നിശബ്ദ അംബാസിഡർ എന്നറിയപ്പെടുന്നത്? രാജ്യത്തിന്റെ നിശബ്ദ അംബാസിഡർ എന്നറിയപ്പെടുന്നത് സ്റ്റാമ്പാണ്. സ്റ്റാമ്പ്. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ. പിടിയേരി സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത്? ആധുനിക ഗാന്ധി ബാബ ആംടെയാണ്. ബാബ ആംടെയാണ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത്. 1990 ഫെബ്രുവരി 4 എറണാകുളം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത ജില്ലയായിട്ട് പ്രഖ്യാപിച്ചതാരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. 1990 ഫെബ്രുവരി 4 എറണാകുളം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് VP സിംഗ് ആണ്. VP സിംഗ്. OV വിജയന്റെ ആദ്യത്തെ നോവൽ ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ കൃതിയാണ്? OV വിജയന്റേതാണ്. OV വിജയന്റെ ആദ്യത്തെ നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചതാര്? ചിത്രത്തിന്റെ പേര് ഗാന്ധാരി ഇൻ ബാൽക്കണി. വരച്ചത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തു? വിഷ്വൽ പർപ്പിൾ റോഡോപ്സിൻ ആണ്. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത്? കരിഞ്ചന്ത VT ഭട്ടതിരിപ്പാടാണ്. നാടകത്തിന്റെ പേര് കരിഞ്ചന്ത. രചിച്ചത് VT ഭട്ടതിരിപ്പാട്. പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാകുന്ന ഊർജം. പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാകുന്ന ഊർജമാണ് ഗതികോർജം. രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബജറ്റ് പാസ്സാക്കുന്നത് എവിടെയാണ്? രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബജറ്റ് പാസ്സാക്കുന്നത് ലോകസഭയിലാണ്. ലോകസഭ. പുല്ലാട്ട് ലഹള ഏത് നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പുല്ലാട്ട് ലഹള അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ഏർപ്പെടുത്തിയ വർഷം? ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ഏർപ്പെടുത്തിയത് 1986. 1986. 1822 ബോംബെ സമാജ സ്ഥാപിച്ചതാര്? ഫർദുൻജി മാസ്ബാൻ ആണ്. ഫർദുൻജി മാസ്ബാൻ. ബോംബെ സമാജ സ്ഥാപിച്ചത് ഫർദുൻജി മാസ്ബാൻ. സീറോ ബജറ്റ് ഫാമിംഗ് എന്ന ചെലവില്ലാ കൃഷിരീതിയുടെ ഉപജ്ഞാതാവ്? സീറോ ബജറ്റ് ഫാമിംഗ് എന്ന ചെലവില്ലാ കൃഷിരീതിയുടെ ഉപജ്ഞാതാവ് സുഭാഷ് പലേക്കർ ആണ്. സുഭാഷ് പലേക്കർ. ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് നിലവിൽ വന്നത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് നിലവിൽ വന്നത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. ശ്രീ ചിത്തിര തിരുനാൾ. ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഹൃദയഭാഗം ഏത്? ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഹൃദയഭാഗമാണ് സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡ്. മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ വാഹനം? മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ വാഹനമാണ് അപ്പോളോ 8. അപ്പോളോ 8. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ സ്ഥാപകൻ? തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ സ്ഥാപകൻ എഡ്വേർഡ് കഡോഗൻ ആണ്. എഡ്വേർഡ് കഡോഗൻ. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ സ്ഥാപകൻ എഡ്വേർഡ് കഡോഗൻ. ആശാപൂർണാദേവിയെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി? ആശാപൂർണാദേവിയെ ജ്ഞാനപീഠത്തിന് അർഹയാക്കിയത്
പ്രഥമ പ്രതിശ്രുതി. കൃതിയുടെ പേര് പ്രഥമ പ്രതിശ്രുതി. ആരുടെ കൃതിയാണ്? ആശാപൂർണാദേവി. ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച കൃതി. സംസ്ഥാന ഗ്രാമവികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണം. സംസ്ഥാന ഗ്രാമവികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് ഗ്രാമഭൂമി. ഗ്രാമഭൂമി എന്നത് സംസ്ഥാന ഗ്രാമവികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലം ഏതാണ്? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നത് പടിഞ്ഞാറൻ തീരസമതലമാണ്. പടിഞ്ഞാറൻ തീരസമതലം. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് എക്കൽ മണ്ണ്. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതിനാൽ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും കാണപ്പെടുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്ന മധ്യേഷ്യയിലെ പീഠഭൂമി പാമീർ പീഠഭൂമി. ലോകത്തിൻ്റെ മേൽക്കുര പാമീർ പീഠഭൂമി. അവസാനത്തെ ചോദ്യം, ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് എന്താണ്? മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് കൃഷിയിടങ്ങളെയാണ്. ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് കൃഷിയിടം. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.